നമസ്കാരം. ഇസ്രായേൽ നാവികസേന തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണവുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രിറ്റ തുൻബർഗ്. കഴിഞ്ഞ ദിവസമാണ് ഫ്രീഡം ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിൽ ഗ്രിറ്റ തുൻബർഗും 500ഓളം വരുന്ന അവരുടെ സഹപ്രവർത്തകരും വിവിധ ചെറു കപ്പലുകളിലായി ഫലസ്തീൻ തീരത്തേക്ക് എത്തിയത്. തങ്ങളുടെ വിലക്ക് ലംഘിച്ച് ഇവിടേക്ക് കടന്നാൽ തടയുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ അവർ ഈ തുൻബർഗിനെയും സംഘത്തിനെയും പിടികൂടിയത് എന്ന് വേണം കരുതാൻ. തന്നെ വലിച്ചിഴച്ചാണ് കപ്പലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നും ഒരു രഹസ്യ കേന്ദ്രത്തിൽ തങ്ങളെ പാർപ്പിച്ചിരിക്കുകയാണ് എന്നും തങ്ങളെ മോചിപ്പിക്കുന്നതിനായി എല്ലാവരും ഇടപെടണം എന്നുമാണ് ഇപ്പോൾ തുൻബർഗ് സമൂഹമാധ്യമമായ എക്സിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ തുൻബർഗും സംഘവും എല്ലാ പ്രാവശ്യവും നടത്തുന്നത് വെറും നാടകമാണ് എന്നുള്ള കാര്യം ലോകത്തിന് ഉത്തമ ബോധ്യമായ ഒരു കാര്യമാണ്. ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകാനാണ് എന്നുള്ള പേരിൽ വിവിധ ചെറു കപ്പലുകളിലായി ഇവരുടെ സംഘങ്ങളെത്തുമായിരുന്നു. വഴിയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം അവരെ തടയുകയും ഇവർ തിരികെ പോവുകയും ചെയ്യുന്നതാണ് പതിവ്. കഴിഞ്ഞ ജൂണിലും ഗ്രിറ്റയും സംഘവും ഇതുപോലെ കപ്പലുകളിൽ എത്തിയിരുന്നു. ഇസ്രായേൽ സൈന്യം അവരെ തടഞ്ഞിരുന്നു. ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഗ്രിറ്റ തുൻബർഗ് അടുത്ത് ചെയ്തത് ഏറ്റവും അടുത്ത് കിട്ടിയ വിമാനത്തിൽ കയറി നാട്ടിലേക്ക് പോവുകയായിരുന്നു. ശരിക്കും ഇസ്രായേൽ സർക്കാർ അവരെ നാട് കടത്തുകയായിരുന്നു. ഇതൊരു നാടകമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് യാതൊരു തെളിവുകളുടെ ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ചയും ഈ ഗ്രിറ്റ തുൻബർഗും സംഘവും ഒക്കെ തന്നെ ഹമാസിൻ്റെ ഫണ്ട് സ്വീകരിക്കുന്നവരാണ് എന്നും അവരാണ് ഇവരുടെ സംഘങ്ങളെ പോറ്റുന്നത് എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. വളരെ ആധികാരികമായ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു നാടകം കൂടി അവർ അവസാനിപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി സംഘടനകളുണ്ട്. ഹമാസിൻ്റെ തന്നെ ഗാസയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയുമായി ഇവർക്കെല്ലാം തന്നെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ഇവർക്കൊപ്പമുള്ള പലരും ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുമായി വേദി പങ്കിടുന്നതിൻ്റെ തന്നെ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ പറയുന്നത് ഇവർ ഹമാസിൻ്റെ ഏജൻറ്റുമാർ മാത്രമാണ് എന്നാണ്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നടക്കുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായി ഇവർ ഇത്തരം ഭീകര സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗ്രിറ്റയുടെ സംഘത്തിലെ പ്രമുഖ അമേരിക്കൻ സിനിമാ നടിയും അതുപോലെ ആഫ്രിക്കൻ മോചന നേതാവായ നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊപ്പമുള്ള സെലിബ്രിറ്റികളെ അണിനിരത്തി ഒരുപക്ഷേ ഇസ്രായേലിനെ ഒന്ന് വരട്ടാനായിരിക്കാം ഇവർ ശ്രമം നടത്തിയത് എന്ന് വേണം കരുതാം. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. നേരത്തെ തന്നെ അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് ഒരു കാരണവശാലും തങ്ങളുടെ വിലക്ക് ലംഘിച്ചാൽ പിടികൂടും എന്ന്. കൂടാതെ നേരത്തെ ഇസ്രായേൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഇവർ ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അവശ്യ വസ്തുക്കൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് തങ്ങളെ ഏൽപ്പിക്കുന്ന ഏജൻസികളെ അവർ കൈമാറണമെന്നും അങ്ങനെ ജനങ്ങൾക്കത് എത്തിക്കാവുന്നത്. പക്ഷേ ഗ്രിറ്റയും സംഘവുമാകട്ടെ ഒരു കാരണവശാലും ഇത് മറ്റാർക്കും കൈമാറില്ല, ഞങ്ങൾ നേരിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രിറ്റയും അനുയായികളും വീണ്ടും ഒരു നാടകം തന്നെ കളിച്ചിരിക്കുന്നു. നേരത്തെ ഗ്രിറ്റയെ അപ്പോൾ തന്നെ നാട് കടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ അവർ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കാം. തങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഇവരുടെ സംഘാംഗങ്ങൾ പലരും സംശയാസ്പദമായ പശ്ചാത്തലമുള്ളവരാണെന്നുള്ളതാണ് സത്യം. ഹമാസ് കൂടാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ഭീകര സംഘടനകളുമായി ബന്ധമുള്ള നിരവധി ആളുകൾ ഇവർക്കൊപ്പമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പല രാജ്യങ്ങളും ഇവർക്ക് കപ്പലുകൾ നൽകുകയും ഇവർക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്തു. സ്പെയിനിൽ നിന്നുള്ള ഒരു കപ്പലുടമ ഇയാൾക്കും ഹമാസുമായി ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ വക ചെറു കപ്പലുകളും ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ ഗ്രിറ്റ തുൻബർഗും അനുയായികൾ ആരോപിക്കുന്നത് 2 ഇസ്രായേലി പടക്കപ്പലുകൾ തങ്ങളുടെ ചെറുകപ്പലുകൾ തടഞ്ഞു എന്നും തങ്ങളുടെ കസ്റ്റഡിയിലെടുത്തു എന്നുമാണ്. ഏതൊരു ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഇനിയും ആധികാരികമായി പ്രതികരണം നടത്തിയിട്ടില്ല. കൃത്യമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കം എന്നാണ് പറയപ്പെടുന്നത്.